CPM-ലെ 3 ഉന്നത നേതാക്കന്മാർ ശബരിമല കൊള്ളയിൽ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പം തീർച്ചയായിട്ടും അവരുടെ സ്വന്തം തീരുമാനമാണോ ഇത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ. കാരണം അവരുടെ സ്വന്തം തീരുമാനമല്ല. അവർക്ക് തീർച്ചയായിട്ടും പാർട്ടിയുടെ അണിയായതുകൊണ്ട് അവരുടെ മുകളിലുള്ള ആൾക്കാരുടെ കൺസെൻറ്റ് കിട്ടാതെ ഒരു കാര്യവും പാർട്ടിക്കാർ ചെയ്യില്ല. അതാണ് അതിൻ്റെ പാർട്ടിയുടെ ഡിസിപ്ലിൻ. അതുകൊണ്ട് 3 പേര് അവരുടെ മുകളിലുള്ള കടകംപള്ളിയിലോട് ചോദിക്കാതെ ഒരു കൺസെൻറ്റ് കിട്ടാതെ ഒരു കാര്യം ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവരിലേക്കൂടെ അന്വേഷണം നീളാതെ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ SITക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ CPM നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും SIT ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളിയെ SIT ചോദ്യം ചെയ്തുവെങ്കിലും അദ്ദേഹം നൽകിയ പല മൊഴികളും അവ്യക്തമാണ് എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ടുതന്നെ പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വന്നേക്കുമെന്ന് അന്വേഷണ സംഘം സൂചന നൽകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത ശേഷം കടകംപള്ളിയെ ഒരിക്കൽ കൂടി വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. പോറ്റിയെയും ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കഴിഞ്ഞ ദിവസം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കടകംപള്ളി നൽകിയ മൊഴിയിൽ മൊത്തത്തിൽ അവ്യക്തതയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മൊഴിയെടുക്കലിൽ വൈകാരികമായി പ്രതികരിക്കുന്നതിനപ്പുറം മറ്റൊന്നും കടകംപള്ളി പറഞ്ഞിട്ടില്ല. മന്ത്രിയായിരിക്കെ തനിക്ക് മുന്നിൽ വന്ന അപേക്ഷയ്ക്ക് മുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്യണമെന്ന് കടകംപള്ളി എഴുതിയിരുന്നു. ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമാണോ അതോ പോറ്റിക്ക് മാത്രമായി പ്രത്യേക പരിഗണന നൽകാൻ എഴുതിയതാണോ എന്ന കാര്യം അന്വേഷണ വിധേയമാക്കും. ബോർഡിന്റെ കാര്യങ്ങളിൽ മന്ത്രി ഇടപെടാറില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ നൽകിയ മറുപടി. ഇതിലും അന്വേഷണ സംഘത്തിന് തൃപ്തിയില്ല. അതുപോലെ തന്നെ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള മറുപടിയിലും വ്യക്തതയില്ല. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് പോറ്റിയെ ചോദ്യം ചെയ്തതിനു ശേഷം കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നത്. പോറ്റിയെ ഇന്നലെ മറ്റു പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതോടെ ഇനി വൈകാതെ തന്നെ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന അഭ്യൂഹം ശക്തമായിട്ടുണ്ട്. അതോടൊപ്പം മന്ത്രിയായിരിക്കെ കടകംപള്ളി നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചും അന്വേഷിക്കും. വിദേശയാത്രകളുടെ വിവരങ്ങൾ കൂടി ശേഖരിച്ചതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ. മന്ത്രിയായ ശേഷം അദ്ദേഹം 2017-നും 2019-നും ഇടയ്ക്കുള്ള കാലയളവിൽ 12 തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ SIT ശേഖരിച്ചു വരികയാണ്. 12 വിദേശയാത്രകളിൽ 2 തവണ UAE സന്ദർശിച്ചതും ഓരോ തവണ വത്തിക്കാനും അമേരിക്കയും സന്ദർശിച്ചതും സ്വകാര്യ ആവശ്യങ്ങൾക്കായിരുന്നുവെന്നാണ് വിവരം. ഇതിനു പുറമെ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, കസാഖിസ്ഥാൻ, ജപ്പാൻ എന്നീ രാഷ്ട്രങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ഇതെല്ലാം 2017 നവംബറിനും 2019 ഒക്ടോബറിനും ഇടയിലുള്ള കാലയളവിലായിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെ ആദ്യമായി ചോദ്യം ചെയ്ത സമയം അദ്ദേഹം വൈകാരിക പ്രകടനം നടത്തുകയാണ് ഉണ്ടായത്. ചോദ്യങ്ങൾക്ക് മറുപടി വ്യക്തമായി പറയുന്നതിനുപരിയായി വൈകാരിക പ്രകടനങ്ങൾക്കാണ് കടകംപള്ളി ശ്രമിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് ഒരുവിധ പങ്കുമില്ല എന്നും സ്വർണം കട്ടവൻ എന്ന ആക്ഷേപം വിഷമിപ്പിച്ചു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. തനിക്കെതിരായ ആരോപണങ്ങളിൽ എത്രയും വേഗം വ്യക്തത വരുത്തണമെന്നും കടകംപള്ളി SITയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനപ്പുറം വ്യക്തമായ മറുപടി നൽകാൻ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറാകാത്തതാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ SITയെ പ്രേരിപ്പിക്കുന്നത്. അതിനിടെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും 9-ാം പ്രതി പങ്കജ് ഭണ്ഡാരിയെയും 10-ാം പ്രതി ഗോവർദ്ധനെയും ഒരു ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന ആവശ്യമനുസരിച്ചായിരുന്നു നടപടി. ഒരു പകൽ മുഴുവൻ കസ്റ്റഡിയിൽ വാങ്ങി മൂവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത ശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. സ്വർണ്ണ കവർച്ചയുടെ ഗൂഢാലോചനയിലടക്കം മൂവർക്കുമുള്ള പങ്കിനുള്ള തെളിവ് തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പാളുകളിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണത്തിൽ പണിക്കൂലി ഇനത്തിൽ കൈവശം വെച്ച 109.243 ഗ്രാം സ്വർണം കമ്പനി ഉടമ പങ്കജ് ഭണ്ഡാരി ഒക്ടോബർ 25-ന് ഹാജരാക്കിയിരുന്നു. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരുടെ സഹായത്തിൽ ബെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് നൽകിയ 474.96 ഗ്രാം സ്വർണത്തിന് പകരമായി അതേ അളവിലുള്ള സ്വർണം ഗോവർദ്ധനും തിരികെ ഒക്ടോബർ 24-ന് ഹാജരാക്കി. ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ സ്വർണത്തിന്റെ അളവിലും മൂല്യത്തിലും കൂടുതൽ വ്യക്തത ലഭിച്ചതായാണ് സൂചന. അതേസമയം പോറ്റിയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് അറിയാൻ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് MP യെയും ചോദ്യം ചെയ്തേക്കുമെന്ന് സൂചനയുണ്ട്.
എന്നാൽ ഇക്കാര്യം SIT സ്ഥിരീകരിച്ചിട്ടുമില്ല. സ്വർണ്ണക്കടത്ത്, വിഗ്രഹക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് ഡി മണി എന്നറിയപ്പെടുന്ന ഡിണ്ടിഗൽ മണിയെ ചോദ്യം ചെയ്തുവെങ്കിലും മണിയുടെ പങ്ക് ശബരിമല കേസിൽ തെളിയിക്കാനുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രവാസി വ്യവസായിയാണ് ഡി മണിയുടെ പങ്കിനെ കുറിച്ച് മൊഴി നൽകിയത്. ഈ മൊഴി സ്ഥിരീകരിക്കാനുള്ള തെളിവുകളാണ് കിട്ടാത്തത്. മണിയെയും സുഹൃത്തുക്കളായ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെയും പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള തെളിവുകളും കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ലഭിച്ചില്ല. പോറ്റിയെയും പ്രവാസിയെയും തനിക്കറിയില്ല എന്നും സ്വർണ്ണക്കടത്തിൽ പങ്കില്ല എന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മണി. 2 തവണ മാത്രമേ കേരളത്തിൽ വന്നിട്ടുള്ളൂവെന്ന് പറഞ്ഞ മണി ആ യാത്രയുടെ വിവരങ്ങളും കൈമാറി. ഇയാളുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഇല്ല എന്നാണ് നിലവിൽ SITയുടെ വിലയിരുത്തൽ. CPMലെ 3 ഉന്നത നേതാക്കന്മാർ ശബരിമല കൊള്ളയിൽ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പം തീർച്ചയായിട്ടും അവരുടെ സ്വന്തം തീരുമാനമാണോ ഇത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ. കാരണം അവരുടെ സ്വന്തം തീരുമാനമല്ല. അവർക്ക് തീർച്ചയായിട്ടും പാർട്ടിയുടെ അണിയായതുകൊണ്ട് അവരുടെ മുകളിലുള്ള ആൾക്കാരുടെ കൺസെൻറ്റ് കിട്ടാതെ ഒരു കാര്യവും പാർട്ടിക്കാർ ചെയ്യില്ല. അതാണ് അതിൻ്റെ പാർട്ടിയുടെ ഡിസിപ്ലിൻ. അതുകൊണ്ട് 3 പേര് അവരുടെ മുകളിലുള്ള കടകംപള്ളിയിലോട് ചോദിക്കാതെ ഒരു കൺസെൻറ്റ് കിട്ടാതെ ഒരു കാര്യം ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവരിലേക്കൂടെ അന്വേഷണം നീളാതെ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ SITക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പത്മകുമാറിനെ റിമാൻഡ് ചെയ്ത സന്ദർഭത്തിൽ പത്രക്കാർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ ഉത്തരമല്ല നൽകുന്നത്. കൊണ്ടും കൊള്ളിയും വെച്ചിട്ട് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞു. എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നാണ് അദ്ദേഹം 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത്. അത് തന്നെയല്ല, അയ്യപ്പൻ നോക്കുന്നത് മാത്രമല്ല, താൻ ദൈവതുല്യം അവരാരും വേട്ടനായ്ക്കളല്ല എന്നിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ആലോചിച്ചെടുക്കേണ്ടി വരും. അയ്യപ്പൻ അതിൻ്റെ പിന്നാലെ പറഞ്ഞ അയ്യപ്പൻ അത് നോക്കിക്കൊള്ളും, ദൈവതുല്യം ശവന്തീനിയിലല്ല എന്നിവിടെ പറഞ്ഞു. വലിയ അർത്ഥമാനങ്ങളുള്ള വാക്കുകളാണത്. 1-2 വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി, അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. കാരണം അതൊക്കെ അദ്ദേഹം ഇതിൻ്റെ വേദനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കുകളാണ്. അതുകൊണ്ട് ആ വാക്കുകൾക്ക് വലിയ മീനിങ്, വലിയ അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങൾ അടുത്ത 1-2 ആഴ്ചയ്ക്കാവും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത്. SIT ടീം 2 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ സേവനം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി തീർച്ചയായിട്ടും അനുവദിക്കും. കാരണം ഇനി വളരെയധികം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനുണ്ട്. കാരണം ഡി മണിയെ കണ്ടെത്തി കഴിഞ്ഞു. ഡി മണിയെ അയാൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയിൽ നിന്ന് വിഗ്രഹങ്ങൾ വെളിയിലേക്ക് കടത്തുന്ന ആൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അയാൾ തന്നെയാണ് തന്നെ കണ്ടതെന്ന് ആ വിദേശ വ്യവസായി പറഞ്ഞും കഴിഞ്ഞു. അതുകൊണ്ട് ആൾ തെറ്റിയിട്ടില്ല. പക്ഷേ അയാൾ 2-3 ഫോൺ നമ്പർ ഉപയോഗിക്കുന്നതെല്ലാം മറ്റു പലരുടെയും പേരിലുള്ളതാണ്. നല്ല കള്ളനാണ് അയാളെന്ന് കൃത്യമാണ്. കാരണം ഡി മണിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേരിലല്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പരിചയമുള്ള ചില ആൾക്കാരുടെ ഫോൺ നമ്പറാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതിലേക്കാണ് മെസ്സേജ് വരുന്നത്. തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാനും ഈ കള്ളക്കടത്ത് തന്നിലേക്ക് വരാതിരിക്കാനും. കാരണം ഡി മണിക്കറിയാം ഇത് പിടിക്കപ്പെട്ടാൽ താൻ ജയിലിലാവും, അകത്താവും. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ അടുത്ത കാലത്തുള്ള വളർച്ച ഭയാനകമായ രീതിയിലുള്ള വളർച്ച തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം അതുപോലെയുള്ള ഓഫീസും അതുപോലെയുള്ള സന്നാഹങ്ങളും സാമ്പത്തിക നേട്ടം അദ്ദേഹം കൈവരിച്ചിരിക്കുന്നു. അത് ശബരിമല കൊള്ളയിൽ നിന്ന് തന്നെയാണോ ആ പണം വന്നിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. അതുകൊണ്ട് അന്വേഷണം വളച്ച് വിപുലമാക്കേണ്ടിയിരിക്കുന്നു. 2 SIമാരുടെ അല്ലെങ്കിൽ 2 സർക്കിളന്മാരുടെ സേവനം അടിയന്തരമായിട്ട് ഹൈക്കോടതി കൊടുക്കും. കാരണം അന്വേഷണം വളരെ വിപുലീകരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലേക്ക് 3-4 പേരിലേക്ക് ഇനി ഒതുങ്ങും. ബാക്കി ഡി മണിയും കള്ളക്കടത്തുകാരും അങ്ങനെയുള്ളവരുമായിട്ടുള്ള ആ ശൃംഖല ബ്രേക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് എന്തുമാത്രം പണം ഒഴുകി, ഏതൊക്കെ അക്കൗണ്ടിലാണ് പണം ഒഴുകിയത്, ആർക്കൊക്കെ പണം കിട്ടി, ബിനാമിയായിട്ട് ആരെങ്കിലും അക്കൗണ്ടിൽ പണം പോയോ, അത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഡി മണിയുടെ പരിശോധിക്കുന്നുണ്ട്. ബിനാമിയായിട്ടുള്ള അയാൾക്ക് അക്കൗണ്ടുണ്ട്. അവിടെ നിന്നൊക്കെ പണം എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചു എന്ന് ഇവിടെ കണ്ടെത്തി കഴിയുമ്പം തീർച്ചയായിട്ടും ഉന്നതരായ പലരെയും അറസ്റ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴേ വന്നിരിക്കുന്നതും അറസ്റ്റുകളും ആ കണ്ടെത്തലും റിക്കവറിയൊക്കെ നമ്മൾ കണ്ടല്ലോ. ശബരിമല തീർച്ചയായിട്ടും അവിടെ മുഴുവൻ കൊള്ളയടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് മലയാളികളും കർണാടകക്കാരും അതുപോലെ തന്നെ തമിഴ്നാട്ടുകാരും ആന്ധ്രാക്കാരും സഹിക്കില്ല. എല്ലാവരും അയ്യപ്പ ഭക്തന്മാരാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണ്ണങ്ങളുടെ കണക്ക് ഇത്ര മാത്രമല്ല, പലരും
അവിടെ പൂജയ്ക്കായിട്ടും അവിടെ സ്വർണം പൂശാനും വളരെ കിലോ കണക്കിന് സ്വർണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളൊന്നുമില്ല. കാരണം അത് നല്ലൊരു വരുമാനമായ മേഖലയാണ്. അതുകൊണ്ടാണ് ഈശ്വരവിശ്വാസമില്ല പല CPM നേതാക്കന്മാരെയും ശബരിമല പ്രസിഡൻ്റായിട്ടും കമ്മിറ്റി അംഗങ്ങളായിട്ടും പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പല സന്ദർഭത്തിലും പല ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈശ്വരവിശ്വാസമില്ലാത്ത CPMകാരെ എന്തുകൊണ്ടാണ് പ്രസിഡന്റും ശബരിമലയിൽ അവരെ അംഗങ്ങളും ആക്കുന്നത് എന്നാണ് ഞാൻ തുടക്കം മുതലേ ചോദിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണമായിരുന്നു പാർട്ടി. കാരണം പാർട്ടിയുടെ ഇമേജും പാർട്ടി ദൈവവിശ്വാസികളല്ല എന്ന് പൊതുവെ കേരളത്തിലെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അത് ശരിയുമാണ്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചതും CPM പാർട്ടിക്കാരാണ്. അതുകൊണ്ട് അതുപോലെയുള്ള ഒരു ശ്രമം നടത്തിയ പാർട്ടിയുടെ അണികളായിട്ട് നിൽക്കുന്നവർ തന്നെ ആണ് ശബരിമല കൊള്ള നടത്തിയതെന്നാണ് അതിൻ്റെ പ്രസക്തമായ ഉത്തരം.